ഹായ്. ദേ ഇത് ഞാൻ കൊണ്ടുവന്നേക്കുന്ന മീൻ എന്താണെന്നറിയാമോ? വാള. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാന്നാറ് വലിയ വരുമ്പുഴ വഴി ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയി. അന്നേരം അവിടെ ഇരിക്കുന്ന കണ്ടതാ. എനിക്ക് ഇവിടെ ഒന്നും വാള കിട്ടുന്നേ ഇല്ല. അപ്പം അങ്ങോട്ട് പോയപ്പം അവിടെ വാള വയ്ക്കുന്നു. അങ്ങനെ ഞാൻ പോയി വാങ്ങിച്ചു. പക്ഷെ നമുക്ക് ഒറ്റ വാളയായിട്ടേ വാങ്ങിക്കാൻ പറ്റത്തുള്ളേ. നമുക്ക് അവർ മുറിച്ച് തരത്തില്ല. അത് ഏകദേശം 2.5 കിലോ ഉണ്ടായിരുന്നു. ഞാനതാലേക്ക് വാങ്ങിച്ചു. അപ്പം ഇത് ഞാൻ കുറച്ചെടുത്ത് പച്ചക്കരച്ച് വയ്ക്കാൻ വേണ്ടി എടുത്തു. ഇതിൻ്റെ പരിഞ്ഞിൽ കണ്ടോ? കണ്ടോ? ഈ പരിഞ്ഞിൽ പിന്നെ പരിഞ്ഞിലായിട്ട് മാത്രം തേങ്ങായും ഉള്ളിയൊക്കെ ഇട്ട് വേറെ വയ്ക്കുവേ. ഇത് ഞാനങ്ങ് മാറ്റി വെച്ചാൽ കാണിക്കാൻ വേണ്ടി എടുത്തത്. നല്ല പരിഞ്ഞിലല്ലേ. അപ്പം ഇത് ഞാനിപ്പോൾ ഒന്ന് കണ്ടോ, എൻ്റെ തലയും അങ്ങനെയുള്ള അതിൻ്റെ സൈഡും ഒക്കെ കൂടെ അവർ മുറിച്ച് റെഡിയാക്കി തന്ന. എന്നിട്ട് അവരെന്നോട് പറയുകയാണ് ഇത് പച്ചക്കേ വെക്കാവൂ കേട്ടോ എന്ന്. ഞാൻ പിന്നെ അത്രേ ഉള്ളത്. അങ്ങനെ ഇതൊന്ന് പച്ചക്കരച്ച് വെക്കാമെന്ന് വിചാരിച്ചാണ്. വേറെ കുറച്ച് കഷ്ണങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പല രീതിയിൽ വയ്ക്കും. അങ്ങനെ ചിലപ്പം തേങ്ങ വറുത്തരച്ച് വെക്കും, ചിലപ്പോൾ അല്ലാതെ മുളകിട്ട് വെക്കും. അങ്ങനെ 3-4 ദിവസത്തെ പരിപാടികളുണ്ട്. വേറെ കഷ്ണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പച്ചക്കരയ്ക്കാൻ പോകും. നല്ലോണം അവർ തന്നെ വെട്ടി റെഡിയാക്കി തന്നിട്ടുണ്ട്. ചേർക്കാനായിട്ട് പച്ചമുളക്, 2 ഇഞ്ചി ചതച്ചത്, ചുവന്നുള്ളി. പിന്നെ ഞാൻ ആദ്യം തേങ്ങ അരച്ചുകൊണ്ട് വരാം. തേങ്ങയുടെ കൂടെ ഞാൻ ചുവന്നുള്ളി കൂടെ ഇട്ട് ഞാനൊന്ന് അരയ്ക്കുകയാണ്. നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. അതിനുശേഷം ഈ മുളകൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ അരയ്ക്കുന്നില്ല. അല്ലാതെ നമ്മളങ്ങ് തേങ്ങയ്ക്കകത്തോട്ടങ്ങ് ഇടത്തേ ഉള്ളൂ, അരയ്ക്കാനെടുക്കത്തില്ല. എന്താണ് തേങ്ങ അരച്ച് ആ ബൗളൂടെ കഴുകിയെടുത്ത് വെള്ളമായത്. നമുക്ക് മഞ്ഞപ്പൊടി ഒരു ശകലം കുറവാണ്, ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇടാം. എന്താണ്ട് പച്ചമുളകും ഇഞ്ചി. ഇതിലേക്ക് ഇതാണ്ട് മാങ്ങ, പുളിക്ക് ആവശ്യമുള്ള മാങ്ങായും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഒരുപാട് പുളിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ മാങ്ങ മൊത്തം എടുത്തു. പച്ചമാങ്ങ കിട്ടാനിപ്പോൾ ഭയങ്കര പാടാണ്. ഉപ്പും ചേർത്തേ. ഇനി ഇത് തിളക്കട്ടെ. തേങ്ങ തിളച്ചു. ഇനി ഞാൻ ഇതിലോട്ട് കഷ്ണങ്ങൾ ഇടുവാണേ. കഷ്ണം കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് ശകലം വെള്ളം കൂടെ വേണം. ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ശകലം ഒഴിക്കുന്നുണ്ട്. ഇതാണ്, ഇത് പെട്ടെന്ന് വേവുമല്ലോ. ഈ കഷ്ണമൊക്കെ വളരെ സോഫ്റ്റാണ്, പെട്ടെന്ന് വേവും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഉപ്പൊക്കെ ഞാൻ നോക്കി, എല്ലാ ആവശ്യത്തിന് ഉപ്പാണ്. എല്ലാം തിളച്ചു, എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയ്ക്കകത്തോട്ടും കൂടി നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ചൂടാക്കി ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാക്കിയപ്പോൾ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി അതിലോട്ടിടാം. നല്ല നമ്മൾ അരച്ചപ്പോൾ അത്ര ഒരു കളർ അങ്ങോട്ട് വരുന്നില്ല. അപ്പം വെളിച്ചെണ്ണയ്ക്കകത്തിട്ടാൽ ഒന്നുകൂടെ കളർ വരും. കറി റെഡിയായി. നമ്മുടെ വാളക്കറി പച്ചക്കരച്ച് വെച്ചത് റെഡിയായിട്ടുണ്ടേ.
എഴുന്നള്ള നിൽക്കുന്നില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു തരണേ. താങ്ക് യു.